ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് എബിൻ മാത്യു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലോക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലെങ്കിൽ വ്യാവസായിക വിപ്ലവം. എന്തായിരുന്നു വ്യാവസായിക വിപ്ലവം? എന്തുകൊണ്ടാണ് ഇതിനെ ഒരു വിപ്ലവം എന്നുള്ള പേരിൽ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ വിപ്ലവം ഇംഗ്ലണ്ടിൽ ഉണ്ടായത്? ഈ മൂന്ന് കാര്യങ്ങളാണ് വളരെ വേഗത്തിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നുള്ളത് നോക്കാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ വളരെ ചുരുക്കത്തിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, ഇൻക്രീസ്ഡ് ഔട്ട്പുട്ട് ഓഫ് മെഷീൻ ബേസ്ഡ് ഗുഡ്സ് ദാറ്റ് ബിഗാൻ ഇൻ ഇംഗ്ലണ്ട് ഡ്യൂറിംഗ് 18th സെഞ്ചുറി. 18ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരു മാറ്റത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. എന്തായിരുന്നു ഈ മാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ? അതായത് എ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഹാൻഡ് മെയ്ഡ് മാനുഫാക്ചറിങ് ടു മെഷീൻ മെയ്ഡ് മാനുഫാക്ചറിങ്. അതായത് അതുവരെ കൈകൾ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന സാധനങ്ങള്, വസ്തുക്കള് ഇപ്പോൾ മെഷീൻസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ കാര്യക്ഷമതയോടുകൂടി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കും. അപ്പം ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടില് വലിയ ഒരു ഫാക്ടറി സിസ്റ്റം തന്നെ ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഭാഗമായി വലിയൊരു തൊഴിലാളി സമൂഹവും ഇംഗ്ലണ്ടിൽ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഇംഗ്ലണ്ടിൽ തുടങ്ങിയ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അത് അവിടെ മാത്രമായിട്ട് നിന്നില്ല. അത് യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും പിന്നീട് ഏഷ്യയിലേക്കും അത് സ്പ്രെഡ് ചെയ്തു. ഇംഗ്ലണ്ടിൽ ഉണ്ടായ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ രണ്ട് പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. അതെ, ഒന്നാം കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലഘട്ടം എന്ന് പറയുന്നത് 1760 മുതൽ 1840 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിലായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കേന്ദ്രീകരിച്ചിരുന്നത്. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിലായിരുന്നു പുതിയ തരത്തിലുള്ള മെഷീൻസ് അവതരിപ്പിക്കപ്പെട്ടു. അതിലൊന്ന് ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് രംഗമായി. തുണിനെയ്ത്ത് വ്യാവസായിക രംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. കോട്ടൺ ജിൻ, സ്പിന്നിങ് ജെന്നി, സൂയിങ് മെഷീൻ, അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മെഷീൻസ് ഈ മേഖലയിൽ അവതരിപ്പിക്കപ്പെട്ടു. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല സ്റ്റീം എഞ്ചിന്റെ മേഖലയായിരുന്നു. ജെയിംസ് വാട്ട് സ്റ്റീം എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി സ്റ്റീം ഷിപ്പുകള്, സ്റ്റീം ബോട്ടുകള്, സ്റ്റീം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഷീൻസ് ഒക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടു. അത് പ്രൊഡക്ഷനെ വലിയ തോതിൽ സ്വാധീനിച്ചു. ഇനി അടുത്തത് നമുക്ക് ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ രണ്ടാം കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് 1840 മുതൽ 1870 വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തില് മൂന്ന് പ്രധാനപ്പെട്ട മേഖലകളിലായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കേന്ദ്രീകരിച്ചത്. ഒന്ന് സ്റ്റീൽ പ്രൊഡക്ഷൻ. ഇരുമ്പിന്റെ ഏറ്റവും കട്ടി കൂടിയ ഒരു ഉൽപ്പന്നമായിരുന്നു സ്റ്റീൽ. സ്റ്റീൽ ഉപയോഗിച്ച് പുതിയ മെഷീൻ പാർട്സുകൾ ഉണ്ടാക്കപ്പെട്ടു, പുതിയ മെഷീൻസ് ഉണ്ടാക്കപ്പെട്ടു. മറ്റൊന്ന് ഓട്ടോമൊബൈൽ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടമായിരുന്നു. സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക മാത്രമല്ല, പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള വാഹനങ്ങൾ സഹായകമായി തീർന്നു. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഇലക്ട്രിക് പവറിന്റെ കുതിച്ചുചാട്ടമായി. ഇലക്ട്രിക് പവർ ഉണ്ടാക്കപ്പെട്ടതോടുകൂടി കൂടുതൽ ശക്തിയേറിയ മെഷീൻസ് പ്രവർത്തിക്കാനായിട്ടുള്ള ഊർജം അതുവഴി ഉണ്ടാക്കപ്പെട്ടു. അങ്ങനെ ഈ രണ്ട് പ്രധാനപ്പെട്ട കാലഘട്ടങ്ങളിലൂടെയായിരുന്നു ഇംഗ്ലണ്ട് വ്യാവസായിക വിപ്ലവ കാലഘട്ടത്തിൽ കടന്നുപോയത്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ ഒരു റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്? വൈ ഇറ്റ് ഈസ് കോൾഡ് എ റെവല്യൂഷൻ? ഇറ്റ് ബ്രോട്ട് അബൌട്ട് റാഡിക്കൽ ചേഞ്ചസ്. ഭയങ്കരമായ മാറ്റങ്ങൾ ഇത് കൊണ്ടുവന്നു. മാത്രമല്ല, വിച്ച് ആർ ഗോയിങ് ഓൺ, ഇന്നും ആ മാറ്റങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ റവല്യൂഷനെ അല്ലെങ്കിൽ ഈ മാറ്റത്തെ ഒരു റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇനി എന്തുകൊണ്ട് ഇത് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് രാഷ്ട്രം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു. പ്രത്യേകിച്ചും കൽക്കരിയും അതുപോലെ തന്നെ ഇരുമ്പ് അയിരിന്റെയും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വളരെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാർ ഈ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിന് ശക്തമായ ഒരു രാഷ്ട്രീയ സംവിധാനം നൽകിയതും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വലിയ തോതിൽ ഉണ്ടാവാനായിട്ട് ഇംഗ്ലണ്ടിലെ കാരണമായി തീർന്നു. ഇംഗ്ലണ്ട് ഈ കാലഘട്ടത്തില്
വളരെ ശക്തമായ ഒരു കൊളോണിയൽ ആധിപത്യമുള്ള രാജ്യമായിരുന്നു. നമുക്കറിയാം ആഫ്രിക്കയിലും ഏഷ്യയിലും ഇംഗ്ലണ്ടില് കോളനികൾ ഉണ്ടായിരുന്നു. ഈ കോളനികളിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, അതുപോലെ തന്നെ കോളനികളിലേക്ക് കയറ്റി അയക്കപ്പെട്ട മെഷീൻ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സിനും വളരെ ആവശ്യക്കാരുണ്ടായിരുന്നു. അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് വലിയ തോതിൽ സ്വാധീനിച്ച ഘടകമായിരുന്നു. മറ്റൊന്ന്, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ഫ്യൂഡൽ കാലഘട്ടത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നമുക്കറിയാം ഒരു റിനൈസൻസ് കാലഘട്ടം ഉണ്ടാകും. ആ റിനൈസൻസ് കാലഘട്ടത്തെ തുടർന്ന് ഒരു റിഫർമേഷൻ കാലഘട്ടം, അതിനെ തുടർന്നായിരുന്നു ഇംഗ്ലണ്ടില് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാകും. അങ്ങനെ തുടർച്ചയായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിലും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടില് തുടങ്ങുവാനായിട്ട് കാരണമായി. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭൂപ്രകൃതിയായിരുന്നു. നമുക്കറിയാം ഇംഗ്ലണ്ടിന്റെ ഒരു ചിത്രം മാപ്പ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഒരു ദ്വീപ് രാഷ്ട്രമായിരുന്നു. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ മാരിടൈം ട്രേഡിന് ഇംഗ്ലണ്ട് പണ്ട് കാലം മുതലേ വളരെ പ്രശസ്തി ആർജിച്ചിരുന്ന രാജ്യമായിരുന്നു. പുതിയ ടെക്നോളജി വന്നതോടുകൂടി നാവിഗേഷൻ സിസ്റ്റവും പുതിയ സ്റ്റീം എഞ്ചിൻ വന്നതോടുകൂടി പുതിയ തരത്തിലുള്ള കപ്പലുകളും ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളുമായിട്ടും വ്യാപാര ബന്ധം നടത്തുവാനായിട്ടും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാനായിട്ടും ഇംഗ്ലണ്ടിന് വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടായി വന്നില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇംഗ്ലണ്ടില് വ്യാവസായിക വിപ്ലവം ഉണ്ടാകാനായിട്ട് കാരണമായി തീർന്നു. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.